ഹേ ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 125cc മോട്ടോർ സൈക്കിളിൽ തന്നെ ബെസ്റ്റായിട്ട് സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജൂൺ മാസത്തെ സെല്ലിംഗ് ഡേയ്സ് നോക്കുമ്പോൾ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പ് 5 കാര്യം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടോപ്പ് 5 ആയിട്ടുള്ള ഒരു 125cc മോട്ടോർ സൈക്കിൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓഫ് കോഴ്സ് അത് നമ്മൾ സ്പെസിഫിക്കേഷൻ വൈസും അതുപോലെ തന്നെ മൈലേജ് വൈസും പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള മോട്ടോർ സൈക്കിൾസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ടോപ്പ് 5 125cc മോട്ടോർ സൈക്കിൾസ് നോക്കിയാലോ. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ 5th പൊസിഷനിൽ നിൽക്കുന്നത് ഹീറോയുടെ സൂപ്പർ സ്പ്ലെൻഡർ 125 എന്ന മോഡലാണ്. അപ്പോൾ ഈ ഒരു മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലെ LED ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വേണ്ടി അത്യാവശ്യം നല്ലൊരു മൈലേജ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. ഫ്രണ്ടിലെ ഡിസ്ക് അതല്ല റയർ പോസ്റ്റിലെ ഡ്രം ബ്രേക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. 10 ലിറ്റേഴ്സാണ് അതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഫ്യൂൽ എക്കോണമി വരുന്നത് നമുക്ക് 55 to 60 ആണ് ഇതിൻ്റെ ഫ്യൂൽ എക്കോണമി കാര്യങ്ങളൊക്കെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ അതുപോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡൽ നൽകിയിട്ടുണ്ട് ഹീറോ. സോ ഒരു ഫാമിലി അല്ലെങ്കിൽ ഡെയിലി കമ്പ്യൂട്ടർ എന്ന രീതിയിൽ പരിഗണിക്കാവുന്ന ഒരു മോഡൽ കൂടിയാണ് ഹീറോയുടെ സൂപ്പർ സ്പ്ലെൻഡർ 125. ഇനി 4th പൊസിഷനിൽ നിൽക്കുന്നത് ഷൈൻ 125 എന്ന് പറഞ്ഞ മോഡലാണ്. സോ അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു ഹോണ്ട എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു മോഡലാണ്. 125cc ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 10 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അനലോഗ് മീറ്റർ കൺസോൾ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് പ്രൊഫഷണൽ ഡ്രം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. ഈ ഒരു മോഡലിൻ്റെ ഫ്യൂൽ എക്കോണമി നോക്കുവാണെങ്കിൽ 55 to 60 ആണ് ഇതിൻ്റെ ഫ്യൂൽ എക്കോണമി കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ അതുപോലെ ഡീസൻ്റ് ആയിട്ടുള്ള മൈലേജും കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ഹോണ്ടയുടെ 125cc ഹോണ്ട ഷൈൻ 125 എന്ന് പറഞ്ഞ മോഡൽ. ഇനി 3rd പൊസിഷനിൽ വന്നിട്ടുള്ളത് ബജാജിൻ്റെ പൾസർ NS 125 എന്ന് പറഞ്ഞ മോഡലാണ്. സോ NS 200 അതുപോലെ NS 160 ആ ഒരു സെയിം ഡിസൈൻ തന്നെയൊക്കെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ല സ്പോർട്ടി ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈനിങ് കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ യൂത്തിന് കാര്യങ്ങൾക്ക് കുറച്ചുകൂടെയും ആ ഒരു 125cc ഈ ഒരു മോഡലിൽ അട്രാക്ഷൻ കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു മോഡൽ സ്പെസിഫിക്കലി നോക്കുകയാണെങ്കിൽ 125cc ആണ് ഈ ഒരു മോഡൽ വരുന്നത്. 144 കിലോഗ്രാമാണ് വണ്ടിയുടെ വെയിറ്റിംഗ് കാര്യങ്ങൾ വരുന്നത്. 12 ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി കാര്യങ്ങൾ വരുന്നത്. സ്പ്ലിറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് അതിൽ റയർ പോർഷനിൽ നമുക്ക് ഡ്രം ബ്രേക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിജിറ്റൽ പ്ലസ് അനലോഗ് മീറ്റർ കൺസോൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രീവിയസ്ലി കണ്ടുവരുന്ന സെയിം മീറ്റർ കൺസോൾ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു മോഡലിൻ്റെ ഫ്യൂൽ എക്കോണമി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു 45 to 53 ആ റേഞ്ചിലേക്കാണ് ഫ്യൂൽ എക്കോണമി കാര്യങ്ങൾ വരുന്നത്. യൂസർ ബേസിൽ വരുന്നത് ആ ഒരു റേഞ്ചിലേക്കാണ് നമുക്ക് ഫ്യൂൽ എക്കോണമി കാര്യങ്ങൾ വരുന്നത്. സോ അത്യാവശ്യം നല്ല സ്പോർട്ടി ലുക്കും അതുപോലെ ആ ഒരു NS 200 പോലെ ലുക്കും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ ഡെഫിനറ്റ്ലി നല്ലൊരു ചോയ്സ് തന്നെയാണ് NS 125. ഇനി 4th പൊസിഷനിൽ നിൽക്കുന്നത് ഹീറോയുടെ തന്നെ മറ്റൊരു വണ്ടിയാണ്. ഹീറോ എക്സ്ട്രീം 125R എന്ന് പറഞ്ഞ മോഡലാണ്. ഈ ഒരു മോഡലിൻ്റെ പൊസിഷനോട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്പോർട്ടി ലുക്ക് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫ്രണ്ട് പോർഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുവരുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഒരു 125cc എന്നുള്ള ലുക്ക് കാര്യങ്ങളൊന്നും അല്ല നമുക്ക് വരുന്നത്. ഒരു ഹെവി ലുക്ക് കാര്യങ്ങൾ നൽകുന്ന ഒരു മോഡൽ കൂടിയാണ്. ഈ ഒരു മോഡലിൻ്റെ പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലും ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെയാണ് നൽകുന്നത്. റയർ പോസ്റ്റിലും ഡ്രം കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഒരു ഡിജിറ്റലായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കാര്യങ്ങളും അതുപോലെ ഫ്രണ്ടിൽ നമുക്ക് LED ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അത് സ്പ്ലിറ്റഡ് രീതിയിലാണ്. സോ ആ ഒരു ഫ്രണ്ട് ലുക്ക് കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് ടെലസ്കോപ്പിക് സസ്പെൻഷൻ, റയറിൽ നമുക്ക് മോണോഷോക്ക് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. 17 ഇഞ്ചിൻ്റെ വീൽസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈനിങ് കാര്യങ്ങളൊക്കെയാണ് ഹീറോ ഈ ഒരു മോഡലിൽ നൽകിയിട്ടുള്ളത്. സോ ഈ ഒരു മോഡലിൻ്റെ മൈലേജ് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ അറൗണ്ട് ഒരു 56-55 ആ റേഞ്ചിലാണ് ഈ ഒരു മോഡലിൻ്റെ മൈലേജ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഹീറോയുടെ ഒരു മോട്ടോർ സൈക്കിളാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ 125cc വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ് ഈ ഒരു മോഡൽ ഹീറോയുടെ എക്സ്ട്രീം 125R എന്ന് പറഞ്ഞ മോഡൽ. സോ ഈ സർവീസ് കാര്യങ്ങൾ മാത്രമാണ് ഒരു കൺസേൺ ആയിട്ടുള്ളത്. ഹീറോയുടെ മോഡൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 125cc ഈ ഒരു മോഡൽ നിങ്ങൾ പരിഗണിക്കാൻ മറക്കണ്ട. ആൻഡ് ഫൈനലി ദ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് TVSൻ്റെ തന്നെ റൈഡർ 125 എന്ന മോഡലാണ്. നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് 125cc എന്നതിൽ അത്യാവശ്യം നല്ല തരംഗം സൃഷ്ടിച്ചൊരു മോഡൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുണ്ട്. അതുപോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്പോർട്ടി ഡിസൈനും ഫ്രണ്ട് ഒരു DRL കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. സോ ഫ്രണ്ട് പോർഷനിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെയാണ് ഈ മോഡൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ടാങ്ക് പോർഷനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല മസ്കുലറായിട്ടുള്ള ടാങ്ക് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. സ്പ്ലിറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ ആ ഒരു വണ്ടിയുടെ ലുക്ക് ഇച്ചിരി അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ടെലസ്കോപ്പിക് സസ്പെൻഷനിൽ റയറിൽ നമുക്ക് മോണോഷോക്ക് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ സീരീസ് തന്നെ
ഓയിൽ കൂൾഡ് വന്നിട്ടുള്ള 3 വാൽവ് എഞ്ചിന് കൂടിയാണ് ഈ ടി വി എസ് റൈഡർ 125 നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു മോഡൽ നമുക്ക് 5 കളർ വേരിയൻ്റ് കാര്യങ്ങളിൽ അവൈലബിൾ ആണ്. പിന്നെ മൈലേജ് കാര്യങ്ങളുടെ പോസ്റ്റിലോട്ട് നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 55 റേഞ്ചിലാണ് ഇതിൻ്റെ മൈലേജ് കാര്യങ്ങൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ സെഗ്മെൻറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ വിത്ത് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി അങ്ങനെ ഒത്തിരിയേറെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഈ ഒരു മീറ്റർ കൺസോൾ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. വിത്ത് കളർ TFT ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. സോ ഫീച്ചർ വൈസ് ആണെങ്കിലും അതുപോലെ തന്നെ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ വൈസ് ആണെങ്കിലും ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് TVS ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് പൊസിഷനിലിരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് അതേപോലെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു 125cc സെഗ്മെൻറ്റിൻ്റെ മോട്ടോർ സൈക്കിൾ തന്നെയാണ് TVS റൈഡർ 125 എന്നുള്ള മോഡൽ. അപ്പോൾ ഇത്രയും മോഡൽസാണ് നമുക്ക് ടോപ്പ് 5 കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു മോഡലിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് മോഡൽസ് കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. സോ ആ ഒരു ടോപ്പ് ഓഫ് ദ ലൈനിൽ എനിക്ക് തോന്നാത്തതും അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻ ബാക്കി വെച്ച് നോക്കുമ്പോൾ മേ ബി ഓരോ കാരണങ്ങൾ കൊണ്ട് കൺസിഡർ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ആ ഒരു ലിസ്റ്റിൽ നിന്ന് നമ്മളത് മാറ്റിയിട്ടുള്ളത്. സോ ഈ ഒരു മോഡൽസാണ് ബെസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ടോപ്പ് 5ൽ തോന്നിയിട്ടുള്ള 125cc മോട്ടോർ സൈക്കിൾസ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ 125cc മോട്ടോർ സൈക്കിൾസ് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 5 മോഡൽസ് പരിഗണിക്കുക ആൻഡ് മസ്റ്റ് ആയിട്ടും ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ ചെയ്യുക. സോ നിങ്ങൾക്കുള്ള പ്രൈസിങ്ങിനനുസരിച്ചുള്ള ആ ഒരു ബെനിഫിറ്റ് കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ, ഫീച്ചേഴ്സ് ആണെങ്കിലും അതിൻ്റെ റൈഡിങ് കംഫർട്ട് ആണെങ്കിലും ഓവറോൾ നിങ്ങൾക്ക് ആ ഒരു ആഫ്റ്റർ സെയിൽസും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് മാത്രം വണ്ടി എടുക്കുക. അപ്പോൾ ഈ ഒരു 5 വണ്ടികൾ നിങ്ങൾ 125cc നോക്കുന്നൊരു മോട്ടോർ സൈക്കിളെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ മറക്കണ്ട. സോ ഈ ഒരു വീഡിയോയെ പറ്റി നിങ്ങൾ ഡൗട്ടിൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.